നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനിയൊക്കെ ഉണ്ട്, നല്ല അസ്വസ്ഥതയൊക്കെ ഉണ്ട് അതിൻ്റെ. എങ്കിലും കുറച്ച് ഇഞ്ചി ഒന്ന് കിളയ്ക്കാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 10-12 കിലോ ഇഞ്ചി നമുക്ക് കൊടുക്കാണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊടുത്തതിൻ്റെ ബാലൻസ് ഒരു 2 കിലോയോളം ഞാനാണെങ്കിൽ നട്ട് വെച്ച് കൂടെ എനിക്കൊരു സ്വഭാവമുണ്ട്. മീൻ കറി വയ്ക്കുമ്പോഴും ഇറച്ചി കറി വയ്ക്കുമ്പോഴും എല്ലാം അതിൽ നിന്ന് പോയി മാന്തും. എന്നിട്ട് അതിൻ്റെ ബാലൻസ് അതിൽ തന്നെ ഒടിച്ചൊടിച്ച് വെക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവം കൂടെ ഉണ്ട്. അപ്പോൾ ഇനി അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. എല്ലാം മൂടുപെട്ട് കിടക്കുക. നമുക്കതൊന്ന് കിളച്ച് തണലത്തോട്ട് ഇടണം. എങ്കിലല്ലേ ഇനിയിപ്പോൾ അടുത്തത് മുളച്ച് വരുമ്പോൾ നമുക്ക് വീണ്ടും നടണ്ടയോ. വിത്തിഞ്ചി മാത്രമാണേ, കൊടുക്കാൻ വേണ്ടിയില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന സാധന സാമഗ്രികളെല്ലാം ഒന്ന് എടുക്കാം. തന്നെ നമുക്ക് കിളച്ചിടാനുള്ള ചരിവ് കൊടുക്കാമേ. റിച്ചുവിൻ്റെ പരിപാടി ഉണ്ടോ? ചകിരിച്ചോറ് പാവാൻ വെച്ചിരുന്ന ചകിരിച്ചോറിനകത്തെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് ഇട്ടേക്കുക. ഇവിടെ കിടന്ന് അത് ഉണങ്ങുമ്പോൾ നമുക്ക് എടുക്കാം. ഈ ചരുവ നമുക്ക് എടുക്കാമേ. അതുപോലെ തന്നെ കുന്താലിയും കൂടെ ഒന്ന് എടുത്തേക്കാമേ. ഇനിയിപ്പോൾ കിളയ്ക്കാം. ഇഞ്ചിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നൊന്നും അറിയാൻ വയ്യേ. കാരണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടല്ലേ ഇപ്പം. ഞാൻ കരിയിലയാണെങ്കിൽ ഇട്ട് കൊടുത്തില്ല, തിരക്കിനിടയിൽ നടന്നില്ല കേട്ടോ. കരിയിലയുടെ ഒക്കെ ഒന്നും ഇല്ല. നേഴ്സറിയും കൂടെ തുടങ്ങിയതുകൊണ്ട്, പ്ലാൻ നേഴ്സറി തുടങ്ങിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടയോ. ഇഞ്ചിയൊക്കെ പട്ട് സെറ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ. വേണ്ട, ഒന്ന് നമുക്കൊന്ന് കിളച്ചെടുക്കാമേ. ഒന്ന് കിളയ്ക്കാം. കണ്ടോ, നല്ല സൂപ്പർ ഇഞ്ചി എല്ലാം മുളച്ച് വരുന്നുണ്ട്. നമുക്ക് നടാനുള്ളത് കണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് തണലത്തോട്ടിട്ടാൽ മതി. എന്താ പോലെ വേവിക്കാനോ ഇഞ്ചിയോ? അങ്ങനെ നല്ല സൂപ്പർ ഇഞ്ചി. ഇത് കണ്ടോ, ഇത് ഒരു മൂടല്ല, ഒരു മൂട് ഇനിയുണ്ട്. ഇതേ കണ്ടോ, ഇത് ഇത്ര ഇപ്പോൾ ഒരു മൂടാന്നേ. അടുത്ത മൂടാന്നേ. അങ്ങനെ എനിക്കിതേ ഇത്രയും ഇഞ്ചി കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്രയും ഇഞ്ചി അല്ല കേട്ടോ കിളച്ചെടുത്തേക്കുന്നത്, നേരത്തെ പല തവണകളായിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതിലൊക്കെ കടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇഞ്ചി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്രയുള്ള ഒരു പീസ് നമ്മളെടുത്ത് അതിൽ നിന്ന് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്ര ഇഞ്ചി നമുക്ക് കിട്ടും. അപ്പോൾ ശരി ഫ്രണ്ട്സ്.